നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മറ്റൊരു ചരിത്രം കൂടി കുറിക്കപ്പെടുകയാണ്. രാജ്യത്തെ ആദ്യത്തെ 8 വരി തുരങ്കപാത ജൂൺ 20 തുറന്നു കൊടുക്കുകയാണ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ ഏറ്റവും നിർണായകമായ ഈ തുരങ്കപാത ഒരു കടുവ സങ്കേതത്തിനടിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. തുരങ്കം തുറന്നു കൊടുക്കുന്നതോടെ ഡൽഹിയും മുംബൈയും തമ്മിലുള്ള റോഡ് മാർഗമുള്ള യാത്രാസമയം ഗണ്യമായി കുറയും. അടിസ്ഥാന സൗകര്യ വികസനവും പരിസ്ഥിതി സംരക്ഷണവും എങ്ങനെ കൈകോർത്ത് കൊണ്ടുപോകാം എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ തുരങ്കം. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമുള്ള പരിസ്ഥിതി ലോല പ്രദേശമായ മുകുന്ദ്ര ഹിൽസ് ടൈഗർ റിസർവിനടിയിലാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. പ്രദേശത്തെ വന്യജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കും സഞ്ചാരത്തിനും യാതൊരുവിധ തടസ്സവും സൃഷ്ടിക്കാത്ത രീതിയിലാണ് ഇതിന്റെ ഭൂഗർഭ രൂപകൽപ്പന. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. 2 വശങ്ങളിലേക്കുമായി പ്രത്യേകം നിർമ്മിച്ച ഇരട്ടക്കുഴൽ രീതിയാണ് ഇതിന്റെ രൂപകൽപ്പന. ഈ ഇരട്ടക്കുഴൽ തുരങ്കത്തിന് 4.9 കിലോമീറ്റർ നീളമുണ്ട്. വാഹന ഗതാഗതം പൂർണ്ണമായി ഭൂമിക്കടിയിലൂടെ ആകുന്നതിലൂടെ വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ പരമാവധി കുറയ്ക്കാൻ ഈ തുരങ്കത്തിന് സാധിക്കും. ജൂൺ 20 ഇത് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഡൽഹിക്കും മുംബൈക്കും ഇടയിലുള്ള യാത്രാസമയം നിലവിൽ 24 മണിക്കൂറിൽ നിന്നും വെറും 12 മണിക്കൂറായി കുറയുമെന്നുമാണ് റിപ്പോർട്ടുകൾ. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ഭാഗമായ ഡൽഹി വഡോദര സെക്ഷനിലാണ് ഈ തുരങ്കം ഉൾപ്പെടുന്നത്. ഏറെ പ്രതീക്ഷയോടെ രാജ്യം കാത്തിരിക്കുന്ന ഈ പദ്ധതി 2019 തുടക്കമായത്. തുരങ്കപാത പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുന്നതോടെ ഡൽഹിക്കും മുംബൈക്കും ഇടയിലെ യാത്രാസമയം വലിയ തോതിൽ തന്നെ വ്യത്യാസപ്പെടും. കോട്ട മേഖലയിലൂടെയുള്ള യാത്രയും കൂടുതൽ സുഗമമാവും. ഇതുവരെ കോട്ട മേഖലയിലൂടെ യാത്ര ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകുന്ദ്ര കുന്നുകൾക്ക് ചുറ്റുമുള്ള വളഞ്ഞു പൊളഞ്ഞ റോഡുകളിലൂടെ വേണമായിരുന്നു കടന്നു പോകാൻ. എന്നാൽ ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ യാത്ര കൂടുതൽ എളുപ്പമാവുകയും സുഖകരവും സുരക്ഷിതവുമായി മാറുകയും ചെയ്യുന്നു. ഇതോടെ മലയോര മേഖലകളിലെ യാത്രാസമയം കുറയുകയും കൂടുതൽ സുഖകരമായ ഡ്രൈവിംഗ് അനുഭവവും ലഭിക്കുന്നു. അതിവേഗ യാത്ര സാധ്യമാകുന്നതിനാൽ തന്നെ വാഹനങ്ങൾക്ക് മികച്ച ഇന്ധനക്ഷമതയും ലഭിക്കും. ഇതിനു പുറമെ രാജസ്ഥാനിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോട്ട, ബുദ്ധി, രൺതംബോർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും ഈ തുരങ്കം സഹായിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കേന്ദ്രം എന്ന നിലയിലാണ് രാജസ്ഥാനിലെ കോട്ട കാലങ്ങളായി അറിയപ്പെടുന്നത്. എന്നാൽ യാത്രാപ്രേമികൾക്കായി ഈ പ്രദേശത്തിന് ചുറ്റും നിരവധി കാഴ്ചകളും ഉണ്ട്. മനോഹരമായ ചമ്പൽ നദിയും ചരിത്രപ്രസിദ്ധമായ കോട്ടകളും മനോഹരമായ കൊട്ടാരങ്ങളും പുരാതനമായ കൽക്കിണറുകളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാതെ പോയ മികച്ചൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കോട്ട. എന്നാൽ പുതിയ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതോടെ ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിലൊന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയിട്ടുള്ള പ്രാധാന്യമാണ്. ഒരു കടുവ സങ്കേതത്തിലൂടെ വന്യമൃഗങ്ങളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമുണ്ടാകാത്ത വിധം ദേശീയപാത നിർമ്മിക്കുക എന്നത് എഞ്ചിനീയർമാരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. ഈ വെല്ലുവിളിക്കുള്ള പരിഹാരമായിട്ടാണ് ഭൂഗർഭ തുരങ്കപാത ഒരുങ്ങിയത്. ഈ ഇരട്ട തുരങ്കങ്ങളിൽ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ഇന്ത്യക്കാരുടെ റോഡ് യാത്രകളെ പുതിയൊരു തലത്തിലേക്ക് എത്തുകയാണ്. ഈ പദ്ധതി പൂർണ്ണമാകുന്നതോടെ ഇരു മെട്രോപൊളിറ്റൻ നഗരങ്ങൾക്കിടയിലുള്ള യാത്രാസമയം പകുതിയോളം കുറയുകയാണ്. അതോടൊപ്പം ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാനും ഇതിന് സാധിക്കും. മുകുന്ദ്ര ഹിൽസ് തുരങ്കം തുറക്കുന്നത് യാത്രക്കാർക്കും റോഡ് യാത്ര ഏറെ ഇഷ്ടപ്പെടുന്നവർക്കും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. റോഡ് യാത്രകൾ ആസ്വദിക്കുന്ന സഞ്ചാരികൾക്ക് ഈ പുതിയ തുരങ്കം കൂടുതൽ വേഗതയേറിയ പാത സമ്മാനിക്കുന്നതിനൊപ്പം ഇന്ത്യയിലെ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യയോടെ നിർമ്മിച്ച ഒരു ഹൈവേയിലൂടെയുള്ള ഡ്രൈവ് ചെയ്യാനുള്ള മികച്ചൊരു അവസരം കൂടിയാണ് ലഭിക്കുന്നത്.